ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നത് ഭരണഘടനയുടെ 20ാമത്തെ ഭാഗത്ത് 368ാമത്തെ ആർട്ടിക്കിളിലാണ്. ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം. അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള അധികാരം ഇല്ല. ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനു മുന്നേ പ്രസിഡന്റിന്റെ അവതരണ അനുമതി വാങ്ങേണ്ട ആവശ്യം ഇല്ല. ഇരുസഭകളും പ്രത്യേകം ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ പാസാക്കിയിരിക്കണം. രണ്ട് സഭകളും പാസാക്കിയതിനു ശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കണം. രാഷ്ട്രപതി നിർബന്ധമായും ഈ ബില്ലിൽ ഒപ്പുവെച്ചിരിക്കണം. അതായത് രാഷ്ട്രപതിക്ക് വിയോജിപ്പ് ഉണ്ടെങ്കിൽ പാർലമെന്റിലേക്ക് തിരിച്ചയക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഇല്ല. രണ്ട് സഭകളും ഈ ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനങ്ങൾ വിളിക്കാനുള്ള അധികാരവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. താങ്ക് യു.